ഫ്രണ്ട്സ്, നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾക്ക് ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കപ്പ പുഴുങ്ങിയതും ഉള്ളിച്ചമ്മന്തിയും കൂടെ ഒരു കട്ടനുമാണ്. അപ്പം നല്ല മഴ സമയമല്ലേ, നമുക്കപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. എല്ലാവർക്കും അറിയാം, അതെനിക്കും അറിയാം. പക്ഷെ എൻ്റെ സ്റ്റൈലിൽ ഞാനൊന്ന് പറയുകയാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. കപ്പയെടുത്ത് നന്നായി വൃത്തിയാക്കി കഴുകിയതിന് ശേഷം അതൊരു പാത്രത്തിലേക്ക് പുഴുങ്ങാനായിട്ട് മാറ്റി വെക്കുക. പുഴുങ്ങേണ്ട ഏത് പാത്രമാണോ അതെടുക്കുക. ഞാനിവിടെ കുക്കറാണ് എടുത്തിരിക്കുന്നത്. കുക്കർ എടുക്കുന്നതിൻ്റെ ഗുണമെന്ന് വെച്ചാൽ പെട്ടെന്ന് തന്നെ നമുക്ക് പുഴുങ്ങി കിട്ടും. അപ്പം അധികം സമയമില്ലാതെ നമുക്കത് പുഴുങ്ങി കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് കുക്കർ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഓരോരുത്തരുടെ കുക്കറിൻ്റെ അളവിനും വിസിൽ വരുന്ന സമയം വ്യത്യാസമുണ്ട്. എനിക്കിവിടെ 2 വിസിൽ വരുന്നത് വരെ ഞാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ 2 വിസിൽ വന്നതിന് ശേഷം ലേശം ഉപ്പ് ഇട്ട് നന്നായിട്ട് വെള്ളം വാർന്ന് അവിടെ കപ്പ പുഴുങ്ങിയതെടുത്ത് മാറ്റി വെക്കണം. അതിനുശേഷം നമ്മളിനി ഉള്ളി ചമ്മന്തിയിലോട്ടാണ് പോകുന്നത്. ഉള്ളി ചമ്മന്തി ഉണ്ടാക്കാൻ ആവശ്യമായ ഉള്ളി എടുക്കുക, 2 പച്ചമുളക്, ലേശം പുളി, അതൊരു നെല്ലിക്ക വലിപ്പത്തിലുള്ള പുളി, എന്നിട്ട് കുറച്ച് ഉപ്പ് ഇട്ട് ഇടികല്ലെടുത്ത് അതിലേക്ക് നമ്മൾ ഇതിട്ട് ചതയ്ക്കുക. അപ്പം എല്ലാവരുടെ വീട്ടിലും ഇടികല്ലൊന്നും കാണില്ല. എൻ്റെ വീട്ടിൽ തന്നെ ഈ അടുത്ത സമയത്താണ് ഇത് വാങ്ങിയത്. അപ്പം നിങ്ങളുടെ വീട്ടിൽ ഇല്ലെങ്കിൽ മിക്സിയുടെ ചെറിയൊരു ജാറെടുത്ത് ജസ്റ്റ് ഒന്ന് ഉള്ളി ഒന്ന് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. അപ്പം എല്ലാം കൂടി ഇട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. അധികം സമയം ക്രഷ് ചെയ്യാൻ നിൽക്കരുത്, ഒരുപാടൊന്ന് ചതഞ്ഞു പോകും. ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക. പക്ഷേ ഇടികലി ചെയ്യുന്നതിനൊരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. അങ്ങനെ നമ്മളത് ചതച്ചെടുത്തിട്ട് നന്നായിട്ട് മാറ്റി വെക്കുക. മാറ്റി വെച്ചതിന് ശേഷം നമ്മുടെ മാറ്റി വെച്ചിരിക്കുന്ന പുഴുങ്ങിയ കപ്പയുണ്ടല്ലോ, അതെടുത്ത് ഒരു പാത്രത്തിലോട്ട് നല്ലൊരു ഡിസൈൻ ഇട്ട് ഇങ്ങനെ വട്ടം വെച്ചേക്കുക. അതിൻ്റെ നടുക്ക് ഞാനൊരു ബൗളാക്കിയിട്ട് ഈ ഉള്ളി ചമ്മന്തിയും കൂടി വെച്ചിട്ടുണ്ട്, കൂടെ ഒരു കട്ടനും. പിന്നെ എക്സ്ട്രാ നമുക്കൊരു അലങ്കാരത്തിന് 2 പൊരിച്ച മീനും കുറച്ച് മീൻകറി എടുത്തിട്ടുണ്ട്. എനിക്കിത് ഈ കോമ്പിനേഷൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. താങ്ക്സ് ഫോർ വാച്ചിങ്.